ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മൾ ശമഹ എന്ന സാധനയെ കുറിച്ചാണ് നോക്കിയത്. അതിന്റെ ശ്ലോകം ഇതായിരുന്നു: വിരജ്യ വിഷയവ്രാത ദോഷദൃഷ്ട്യ മുഹുർമുഹു സ്വലക്ഷ്യേ നിയതാവസ്ഥ മനസ ശമ ഉച്യത്തെ. അപ്പോ ശമ എന്നുള്ള ആ സാധനയെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് നോക്കി. അടുത്തതായിട്ട് ആചാര്യസ്വാമികൾ ഇവിടെ പറയുന്നത് ദമം എന്ന സാധനയെ കുറിച്ചാണ്. അതായത് 6 സാധനങ്ങളിൽ ശമം, ദമം, രണ്ടാമത്തെ സാധനയായ ദമത്തെ കുറിച്ചാണ് നോക്കുന്നത്. അതിന്റെ ശ്ലോകം: വിഷയേഭ്യ പരാവർത്യ സ്ഥാപനം സ്വസ്വഗോളകേ ഉഭയേഷാമിന്ദ്രിയാണാം സ ദമ പരികീർത്തിതഃ. വിഷയേഭ്യ പരാവർത്യ സ്ഥാപനം സ്വസ്വഗോളകേ ഉഭയേഷാമിന്ദ്രിയാണാം സ ദമ പരികീർത്തിതഃ. എന്താണ് ശരിക്കും ദമം എന്ന് പറഞ്ഞാൽ? ഇന്ദ്രിയ നിയന്ത്രണം. ഏതൊക്കെ ഇന്ദ്രിയങ്ങളാണ്? ജ്ഞാനേന്ദ്രിയ, കർമ്മേന്ദ്രിയ നിയന്ത്രണങ്ങൾ. അതായത് 5 10 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനാണ് ദമഹ എന്ന് പറയും. ശമവും ദമവും ഒന്നിനൊന്ന് ചേർന്നാണ് ഇരിക്കുന്നത്. ഒന്നിച്ച് ചേർന്നിരിക്കുന്ന സാധനങ്ങളാണ് ശമ ദമ എന്നുള്ളത്. ഇന്ദ്രിയ നിയന്ത്രണവും മനോനിയന്ത്രണവും പരസ്പരം ചേർന്നല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവരൊന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിൽ നിന്ന് നിർദ്ദേശങ്ങൾ പോകുന്നു ഇന്ദ്രിയങ്ങളിലേക്ക്. ഇന്ദ്രിയങ്ങൾ ഓരോന്ന് കാണുമ്പോൾ മനസ്സിനോട് പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ വലിയൊരു ബന്ധമാണ്. ഇന്ദ്രിയങ്ങൾ വഴിക്കാണ് നമ്മൾ ലോകത്തെ അനുഭവിച്ച്, ഓരോ അനുഭവവും നമുക്ക് ലോകത്തിൽ നിന്ന് ഓരോ അനുഭവം ഉണ്ടാകുന്നത് ഇന്ദ്രിയങ്ങൾ വഴിക്കാണ്. മനസ്സിന് ആരോഗ്യം വേണം എന്ന് പറഞ്ഞു അല്ലെ? മനോനിയന്ത്രണത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മനസ്സിന് നല്ല ആരോഗ്യം വേണം, ഏത് സാഹചര്യത്തെ നേരിടാനുള്ള ആരോഗ്യം വേണം എന്ന് പറഞ്ഞു. പിന്നെ മനസ്സ് ശാന്തമായിരിക്കണം എന്ന് പറഞ്ഞു. ചുമ്മാ പ്രകോപനങ്ങൾ ഉണ്ടാകരുത്, മനസ്സിൽ ശാന്തമായിരിക്കണം, പ്രകോപനങ്ങൾക്ക് അടിമപ്പെടരുത് എന്ന് വിശദമായിട്ട് അവിടെ പഠിച്ചു. അപ്പൊ അത് ശമം എന്ന് പറഞ്ഞു. മനസ്സ് സമാധാനമായിരിക്കണം, ഏത് സാഹചര്യത്തെ നേരിടത്തക്കോണം ശക്തിയും കരുത്തും ആർജിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ 5 ഇന്ദ്രിയങ്ങൾ വഴി മനസ്സിലേക്ക് വിഷയങ്ങൾ പ്രവേശിക്കുമ്പോൾ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നുണ്ട് പലപ്പോഴും. എല്ലാ ഇന്ദ്രിയങ്ങളും വഴിക്ക് പുറത്തുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിന്റെ നിയന്ത്രണം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടും. നിത്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മനസ്സ് ചഞ്ചലമാവും. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നൊക്കെ പ്രശ്നമാവും. ഒരുപാട് ആലോചിക്കും. എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് യാതൊരു എത്തുപിടിയും കിട്ടില്ല. വലിയ കൺഫ്യൂഷനിലായിട്ട്. അപ്പൊ മനസ്സിന്റെ ആ സമാധാനവും ഒക്കെ നഷ്ടപ്പെടും. കാരണം ഇന്ദ്രിയങ്ങൾ വഴിക്കാണ് എല്ലാ അകത്തേക്ക് വരുന്നത്. അതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിന്റെ ശക്തി കുറഞ്ഞു പോകുന്നു. ശരീരത്തിന്റെ ആരോഗ്യം ശരിക്കും എങ്ങനെയാണ്? നമ്മൾ ശരീരത്തിന്റെ ആരോഗ്യം നമ്മൾ നിലനിർത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ വായു കൂടി കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ് ശരീരത്തിന്റെ ആരോഗ്യം. ഭക്ഷണമാണ് ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതിയെ ശരിക്കും, ഇല്ലേ? ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഈ ശരീരത്തിന് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കണം എല്ലാ ദിവസവും. നമ്മൾ മാത്രമല്ല, സകലമായ ജീവികളും, ചെറിയ പുഴു ഉറുമ്പ് മുതൽ സകല ജീവികൾക്കും ആ ശരീരം നിലനിർത്തുന്നത് ഭക്ഷണത്തിൽ കൂടിയാണ്. അപ്പൊ ശരീരത്തിന്റെ ആരോഗ്യവും ഈ കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കും. നല്ല നല്ല ഭക്ഷണം കഴിച്ച് എപ്പോഴും പറയില്ലേ, നല്ല ഫുഡ് കഴിക്കണം. നല്ല ഫുഡ് കഴിച്ചാൽ നല്ല ആരോഗ്യം വരും. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ കളയുന്നത്. എങ്ങനെ? മോശമായ ഭക്ഷണങ്ങളെ, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കഴിക്കുക, അധികമായിട്ട് കഴിക്കുക, ഓവറായിട്ട് കഴിക്കുക, ശരീരത്തിന് വേണ്ടതിനപ്പുറം കൂടുതലായിട്ട് കഴിക്കുക. അങ്ങനെ വരുമ്പോൾ ഷുഗർ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ
പല പ്രശ്നങ്ങൾ നമ്മൾ തന്നെ വരുത്തി തീർക്കുന്ന പ്രശ്നങ്ങളാണ് പലതും. മോശമായ ഭക്ഷണം കഴിക്കുക, ശരീരത്തിന് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കഴിക്കുക, ഇങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മൾ ചെയ്യുക. അതുപോലെ അപ്പൊ ശരീരത്തിന് നിലനിൽക്കാൻ വേണ്ടത് ഭക്ഷണം, അത് നമുക്ക് കഴിക്കണം. നമ്മളത് കൺട്രോൾ ചെയ്ത് നന്നായിട്ട് കഴിച്ചാൽ നല്ല ശരീരം നല്ല പുഷ്ടിയോടെ ഇരിക്കും. നമുക്ക് അനുവദിച്ചിട്ടുള്ള അത്രയും കാലം സുഖമായിട്ട് ജീവിക്കാം. അതുപോലെ മനസ്സിന് ആഹാരം കൊടുക്കണം. മനസ്സിന് എന്ത് കൊടുക്കുന്നു എന്നനുസരിച്ചിരിക്കും മനസ്സിന്റെ ആഹാരം. ശരീരത്തിന് കൊടുക്കുന്നതനുസരിച്ച് എങ്ങനെയാണോ ശരീരം ഇരിക്കുന്നത്, അതുപോലെ മനസ്സിന് കൊടുക്കുന്നതനുസരിച്ചിരിക്കും മനസ്സിന്റെ ആരോഗ്യം. അപ്പോ മനസ്സില് പല ബലഹീനതകളും ഉണ്ട്. അപ്പൊ മനസ്സിന്റെ ബലഹീനതയാണ് ശരീരത്തിലേക്ക് കഴിക്കുന്ന ആഹാരത്തിന് ഒരു തരത്തിലൊക്കെ ബാധിക്കുന്നത്. അത് പോട്ടെ. അപ്പൊ മനസ്സിന് പല ബലഹീനതകളുണ്ട്. ആ ബലഹീനതകളെ നീക്കാം. മനസ്സിന്റെ ബലഹീനതയെ മാറ്റണം. മനസ്സിന് ബലം കൊടുക്കണം. മനസ്സിന് ബലം കൊടുക്കണമെങ്കിൽ മനസ്സിലേക്ക് വരുന്ന ആഹാരം നല്ലതായിരിക്കണം. അപ്പൊ ഇന്ദ്രിയങ്ങൾ വഴി മോശമായത് അകത്തേക്ക് വന്നാൽ എന്തു പറ്റും? അപ്പോ മനസ്സിന്റെ ആരോഗ്യം നഷ്ടപ്പെടും. മനസ്സിന്റെ ബലഹീനത അവിടെ നമ്മളെ മനസ്സിന്റെ ബലത്തെ കളയാനായിട്ട് പോകും. അപ്പൊ എന്താ, ഈ 5 ഇന്ദ്രിയങ്ങൾ 5 10 ഇന്ദ്രിയങ്ങൾ വഴി അകത്തേക്ക് വരുന്ന എല്ലാം നല്ലതായിരിക്കും. മോശമൊന്നും അകത്തേക്ക് പ്രവേശിക്കാതെ നമ്മൾ നോക്കണം. നമുക്ക് 5 വാതിലുകളാണുള്ളത്. അത് മനസ്സ് പുറത്തേക്ക് പോകുന്നതിന് 5 കുടിൽകയാണ്. മനസ്സിനകത്തേക്ക് പലരും പ്രവേശിക്കുന്നതും ഈ 5 കൂടിയാണ്. 10 പേരാണ്. 5 വാതിലുണ്ട് ഇതിനകത്ത്. 5 പേര് പുറത്തേക്ക് ഇങ്ങനെ തുറന്നിരിക്കുന്നു. ഓപ്പൺ ആണ് വാതിൽ. പുറത്തേക്കും പോകാം, അകത്തേക്കും വരുന്നതും അതിൽ കൂടെ തന്നെ. അങ്ങോട്ട് പോകുന്നു വരുന്നു ഒക്കെ അതിൽ കൂടെ തന്നെ. അപ്പോ ഈ 5 വാതിലുകളില് ആരുടെ കൺട്രോൾ വേണം? നമ്മുടെ കൺട്രോൾ വേണം. ആരൊക്കെയാണ് അകത്തേക്ക് വരാൻ അർഹതയുള്ളവരെ അകത്തേക്ക് വിളിക്കാവൂ, അകത്തേക്ക് കടത്തി കൊണ്ടുവരാവൂ. അർഹതയില്ലാത്തവരെ അകത്തേക്ക് കൊണ്ടുവരരുത്. അതേമാതിരി ചിലരെയൊക്കെ പുറത്തേക്ക് കളയണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവരെ പുറത്തു വിടണം, അവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോ ആ വാതിലുകളുടെ കൺട്രോള് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. ഏതൊന്നിനെ ഇന്ദ്രിയങ്ങൾ സ്വീകരിച്ചാൽ മനസ്സിന് ശാന്തി നഷ്ടപ്പെടുമോ അവയെ സ്വീകരിക്കാതിരിക്കൽ ആണ് ദമഃ. ഏതൊന്നിനെ ഇന്ദ്രിയങ്ങൾ സ്വീകരിച്ചാൽ മനസ്സിന് ശാന്തി നഷ്ടപ്പെടുന്നുവോ അവയെ സ്വീകരിക്കാതിരിക്കൽ ആണ് ദമഃ. എന്തൊക്കെയാണത്? മോശം കാഴ്ച, മോശം ഭക്ഷണം, മോശം ശ്രവണം, മോശം സ്പർശം, മോശം ഗന്ധം, ഇവയൊക്കെ ഒഴിവാക്കണം. മോശമായ ഇന്ദ്രിയങ്ങൾ വഴി അതെല്ലാം നമുക്ക് ലഭിക്കണമോ അതൊന്നും മോശമായിരിക്കരുത്. നല്ല പ്യുവർ ആയിട്ടുള്ളത് വേണം നമുക്ക് കിട്ടാൻ. നമ്മള് ഭോഗത്തിനായിട്ട്, അതായത് സുഖത്തിനായിട്ട്, ശരീരത്തിന്റെ മനസ്സിന്റെ സുഖത്തിന് വേണ്ടി മാത്രം ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കാതിരിക്കുക. സുഖം മാത്രം ലക്ഷ്യമിട്ട് ഇന്ദ്രിയത്തെ ഉപയോഗിക്കരുത്. അങ്ങനെ സുഖം മാത്രം ലക്ഷ്യമിടാതെ ഇന്ദ്രിയത്തെ കൺട്രോൾ ചെയ്ത് ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണം ഈ ഇന്ദ്രിയങ്ങളെ ഞാൻ ഉപയോഗിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന സാധനയാണ് ദമഃ. ഇതിനെ ആചാര്യര് പറയുന്നു, ഇന്ദ്രിയങ്ങളെ അതാത് സ്ഥാനങ്ങളിൽ നിലയുറപ്പിക്കൽ ആണ് എന്ന് പറയും. അതാത് സ്ഥാനങ്ങളിൽ നിലയുറപ്പിക്കൽ. അവയെ ഭോഗത്തിനോ ദുഃഖത്തിനോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു ഇന്ദ്രിയം, ഇപ്പൊ ഉദാഹരണത്തിന് കണ്ണ്, ചെവി എന്നൊക്കെ നോക്കാം. ഇതില്ലാത്തവർക്ക്, ഏതെങ്കിലും ഒരു ഇന്ദ്രിയം ഇല്ലാത്തവർക്ക് മനസ്സിന് നല്ല ശക്തി ഉണ്ടായി. ഏതെങ്കിലും ഒരു ഇന്ദ്രിയം ഒരാൾക്ക് ഇല്ലെങ്കിൽ അവർക്ക് 10 മടങ്ങ് ശക്തി അവർക്ക് ഉണ്ടാവും. ഇപ്പോ കണ്ണ് കാണാത്ത ഒരാൾക്കാണെങ്കിൽ ചെറിയ ശബ്ദം പോലും അയാൾക്കറിയാം. പിന്നെ ഒരിക്കൽ ഒരു വഴിയെ കൂടെ പോയാൽ ആ വഴി വീണ്ടും തിരിച്ച് ആ വഴി കൂടെ തന്നെ അയാൾക്ക് വരാൻ അറിയാം. പിന്നെ ആരുടെയെങ്കിലും ഒരു ശബ്ദം എപ്പോഴെങ്കിലും കേട്ടാൽ അത് ഓർമ്മയുണ്ടാവും. ഒരുപാട് കഴിവുകൾ അവർക്ക് ഉണ്ടാവും. ഒരുപാട് കഴിവുകൾ അവർക്ക് ഉണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു അവയവം ഇല്ലെങ്കിൽ അതിൻ്റെയും കൂടെ ഇരട്ടി ശക്തി അവർക്ക് കിട്ടും. അപ്പൊ അതുപോലെ 5 ഇന്ദ്രിയങ്ങള് നമ്മുടെ സ്വാധീനത്തിലാണെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് 5ഉം നമ്മുടെ കൺട്രോളിലാണെങ്കിൽ, എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മുടെ കൺട്രോളിലാണെങ്കിൽ നമുക്ക് 10 മടങ്ങ് ശക്തി നമുക്കുണ്ടാവും. അപ്പോ
ഇന്ദ്രിയങ്ങൾ വഴി വിഷയങ്ങൾ അകത്ത് കടന്നാണ് മനസ്സിന് വിക്ഷേപം ഉണ്ടാക്കുക. ഓരോ ഇന്ദ്രിയങ്ങൾ വഴിക്കും അകത്ത് ഓരോന്ന് പ്രവേശിച്ച് മനസ്സിന് വിക്ഷേപം വരും. വിക്ഷേപം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഓരോ ചിന്തകൾ അഡീഷണൽ ഇങ്ങനെ മനസ്സിങ്ങനെ ചിന്തകൾ കൊണ്ട് പ്രവർത്തിക്കൊണ്ടേയിരിക്കുക, ചിന്തകളെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ അങ്ങനെ ഈ ഇന്ദ്രിയങ്ങൾ വഴി ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴാണ് വിക്ഷേപം വരുന്നത്. അതുകൊണ്ടാണ് ഈ ധ്യാനത്തിനൊക്കെ ഇരിക്കുമ്പോൾ രാവിലെ ഇരിക്കണം ധ്യാനത്തിന് എന്ന് പറയും. കാരണം വിക്ഷേപമുള്ള മനസ്സുകൊണ്ട് ധ്യാനത്തിന് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് തലേ ദിവസം കിടന്നു ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സ്വപ്നാവസ്ഥയൊക്കെ കഴിഞ്ഞ് സുഷുപ്തിയിലേക്ക് ചെന്നു. സുഷുപ്തിയിൽ എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങി മനസ്സും അടങ്ങി ഒന്നും അറിയാതെ ഉറങ്ങും. സുഖമായി ഉറങ്ങി എണീറ്റ് ആ കുറച്ച് സമയത്തിനകം തന്നെ ധ്യാനത്തിന് ഇരിക്കുകയാണെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളൊന്നും പെട്ടെന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് പ്രവർത്തിച്ചു തുടങ്ങില്ല. അവര് തലേ ദിവസം ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ച് സമയം എടുക്കും അവരൊക്കെ പുറത്തേക്ക് വന്ന് പ്രവർത്തിച്ചു തുടങ്ങാൻ. നമ്മൾ ബാഹ്യമായിട്ട് എത്രത്തോളം പുറത്തേക്ക് വരുന്നു അതനുസരിച്ചാണ് അവരും വരിക. അപ്പൊ നമ്മൾ എണീറ്റ ഉടനെ ഉണർന്നു കഴിഞ്ഞപ്പോൾ ബാക്കി ഇന്ദ്രിയങ്ങളെ ഉണർത്താതെ മനസ്സിനെ ഏകാഗ്രമാക്കി ഈശ്വര ചിന്തയോടെ ജ്യോതിർ ധ്യാനമോ അല്ലെങ്കിൽ എന്ത് ധ്യാനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ധ്യാനത്തിലേക്ക് ഇരുന്നാൽ ഈ ഇന്ദ്രിയങ്ങളുടെ പെട്ടെന്നുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ മനസ്സിൽ വിക്ഷേപങ്ങളൊന്നും വരില്ല. നമ്മൾ എവിടെ ഏകാഗ്രമായിട്ട് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അതില് ഏകാഗ്രത നമുക്ക് കിട്ടും, ഉറപ്പാണ്. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ വെളുപ്പിനെ തന്നെ ധ്യാനം ശീലിക്കണം എന്ന് പറയുന്നത്. നമ്മൾ എണീറ്റു, കുറച്ച് കഴിഞ്ഞു, പുറത്തേക്ക് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം കേട്ടു, ഉടനെ ഡിസ്റ്റർബഡായി നമ്മുടെ ധ്യാനം. ചെവി, ഇനി കണ്ണ് കൊണ്ട് പെട്ടെന്നൊരു കാഴ്ച കണ്ടു, വെളിച്ചം ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ അതെല്ലാം കണ്ടു, പിന്നെയും പോയി. അപ്പൊ പല ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ നന്നായിട്ട് നേരം വെളുത്താലത്തെ കാര്യം ചോദിക്കാനില്ലല്ലോ. അപ്പോൾ മറ്റുള്ള ആൾക്കാരെ കാണും, എല്ലാവരെയും കാണും, വീട്ടുകാരൊക്കെ കാണും, അവരൊക്കെ കാണും, എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും പിന്നെ ആ ധ്യാനം പിന്നെ ശരിയാകത്തില്ല. നമുക്ക് ആ കോൺസെൻട്രേഷൻ കിട്ടില്ല, അതിനുള്ള കപ്പാസിറ്റി ഇല്ല നമുക്ക്. നമ്മളങ്ങനെ സാധനം ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് വേണം നമ്മൾ അതിലേക്ക് എത്താൻ. അതുകൊണ്ടാണ് ഈ രാവിലെ ധ്യാനം ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഉറങ്ങുമ്പോൾ മനസ്സ് വിക്ഷേപത്തെ സ്വീകരിക്കാത്തത് കാരണം രാവിലെ സ്വല്പമെങ്കിലും ശാന്തി ഉണ്ട് മനസ്സിന്. എണീറ്റ് അവിടെ സ്വല്പം ശാന്തമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇരിക്കുക. പിന്നെയാണ് ആ ശാന്തത നഷ്ടപ്പെടുക. അപ്പൊ അതുകൊണ്ട് പറയുന്നുണ്ട്, നായമാത്മാ ബലഹീനേന ലഭ്യ. മനസ്സിന് ബലമില്ലാത്ത ഒരാൾക്ക് ആത്മാവിനെ അറിയാൻ പറ്റില്ല എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. വിഷയേഭ്യ, വിഷയത്തിൽ നിന്ന്. എന്താണ് ശ്ലോകം പറയുന്നത്? വിഷയേഭ്യ പരാവർത്തിയ എന്ന് പറയുമ്പോൾ വിഷയേഭ്യ, വിഷയങ്ങളിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ നല്ല വിഷയങ്ങളെ അല്ല പറയുന്നേ. നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിന്, മോക്ഷപ്രാപ്തിക്ക്, ജ്ഞാനം ലഭിക്കുന്നതിന് നമ്മൾ പരിശ്രമിച്ചിരിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് സഹായകമല്ലാത്ത കാര്യങ്ങളെയാണ് ഇവിടെ വിഷയം എന്ന് പറയുന്നത്. ഇവിടെ ഈ പർട്ടിക്കുലർ സന്ദർഭത്തിൽ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ പുരോഗതിക്ക് ഒന്നും സഹായിക്കാത്തവയാണ് വിഷയം എന്ന് പറയുന്നത്. എന്നിട്ടോ പരാവർത്തിയ എന്ന് പറയുന്നത് തിരിഞ്ഞു നിൽക്കണം എന്നാ പറയുന്നത്. സമീപിക്കരുത്, വേണ്ടെന്ന് വെക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോ മോശമായ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുക, മോശമായ വിഷയങ്ങളിനെ സമീപിക്കാതിരിക്കുക, മോശമായ വിഷയങ്ങൾ വേണ്ടെന്ന് വെക്കുക. ഇതാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞത്, വിഷയേഭ്യ പരാവർത്തിയ. അപ്പൊ ഇന്ദ്രിയങ്ങളെ നമ്മള് ലോകത്തിൽ വ്യവഹരിക്കണ്ടേ, നമുക്ക് ജീവിക്കണ്ടേ. ഇവിടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിക്കണം. നമുക്ക് ശരീരം കിട്ടിയിട്ടുണ്ട്, പാപപുണ്യങ്ങളുടെ ഫലമായി ശരീരം കിട്ടിയിട്ടുണ്ട്. സഞ്ചിത കർമ്മത്തിൽ നിന്ന് പ്രാരബ്ധ കർമ്മം എടുത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ദ്രിയങ്ങളൊക്കെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഇന്ദ്രിയങ്ങൾ ഇല്ലാതെ ഒന്നും പറ്റില്ല. അപ്പോ വ്യവഹാരത്തിന് മാത്രം ഉപയോഗിക്കണം, വ്യവഹാരത്തിന് മാത്രം അത് ഉപയോഗിക്കണം. എന്നിട്ടോ ആ വ്യവഹാരത്തിന് മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ആത്മസാക്ഷാത്കാരത്തിന് ഉപകരിക്കുന്നവ അതിനകത്ത് സെലക്ട് ചെയ്യും. അതിനാണ് നമ്മൾ നേരത്തെ വിവേകമൊക്കെ പഠിച്ചത്. വിവേകത്തോടുകൂടി തെരഞ്ഞെടുത്ത് ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കണം. അപ്പൊ അതിന് നിസ്സാരം ഇപ്പൊ പറയുകയാണെങ്കിൽ വ്രതങ്ങൾ വളരെ നല്ലതാണ്. എന്താ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ദ്രിയ നിയന്ത്രണമാണ് വ്രതങ്ങൾ കൊണ്ട്. ഇപ്പൊ ഏകാദശി വ്രതം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന്റെ ക്രമീകരണമാണ് അന്ന് മെയിനായിട്ട് പറയുന്നത്. ആ ഒരു ദിവസം 15 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ചിലർ മിതമായിട്ട് കഴിക്കുക, ചിലർ ചില ഭക്ഷണങ്ങൾ
മാറ്റി നിർത്തിയിട്ട് കഴിക്കുക, അരിയാഹാരം കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തെ നിർത്തുകയാണ്. അന്ന് നമുക്ക് എല്ലാ ഭക്ഷണവും വേണമെന്നും വിശപ്പും എല്ലാം ഉണ്ടാവും, എല്ലാ ഭക്ഷണവും കഴിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും, നല്ല വിശപ്പും ഉണ്ടാവും. അപ്പൊ വിശപ്പിനെ ഒന്ന് നിർത്തി, ആ ഇന്ദ്രിയ നാക്കിന്റെ സ്വാദിനെ ഒന്ന് നിർത്തി ഒന്ന് പരിശീലിക്കുകയാണ്. ഇന്ന് ഞാനൊന്ന് മനസ്സപ്പൊ മനസ്സാണ് പറയുന്നത്, മനസ്സ് നമ്മൾ തീരുമാനിക്കുകയാണ്, ഇല്ല നാക്കെ, ഞാൻ ഇന്ന് നിന്റെ ഇഷ്ടത്തിന് ഞാൻ ഇന്ന് വഴങ്ങുന്നില്ല, ഇന്ന് നീ ഞാൻ പറയുന്നത് കേക്ക്, ഇന്നൊരു ദിവസം നീ ഇതേ ഗുരുവായൂരപ്പനെയൊക്കെ വിചാരിച്ച് ഭക്തിയോടെയൊക്കെ നമുക്ക് ഇരിക്കാം, ഇന്ന് നിന്നെ ഞാനൊന്ന് അങ്ങനെ പരിശീലിപ്പിക്കട്ടെ. അപ്പോ മനസ്സങ്ങനെ കേൾക്കും, ആ ഒരു ദിവസം കേൾക്കും. അത് കൂട്ടി കൊണ്ടുവരണം നമുക്ക്. അതേമാതിരി അപ്പോ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അത് വേണം ഇത് വേണം എന്നുള്ള വാശിയൊക്കെ നമുക്ക് കുറയ്ക്കാം. ഇത് ഒരു ദിവസം എന്നുള്ളത് 2 ദിവസമാക്കാം, പല ദിവസങ്ങൾ മാറ്റാം, ആഴ്ചയിൽ ഒരു ദിവസം ആക്കാം. അല്ലെങ്കിൽ കുറച്ച് പ്രായമാവുമ്പോൾ ഈവനിങ്ങിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുടെ സ്വാദ് എന്നുള്ള അതിനോടുള്ളൊരു ആസക്തിയെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ല, നമ്മൾ ചെയ്യാം. വ്രതങ്ങളൊക്കെ അതിനെ ഉദ്ദേശിച്ചുള്ളത് തന്നെയാണ്. വ്രതമൊക്കെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും മനസ്സിന്റെ ആരോഗ്യത്തെയും കൂടെ ഉദ്ദേശിച്ചാണ് വ്രതമൊക്കെ വെച്ചിരിക്കുന്നത്. അത് ദമമാണ്, ദമത്തിൽപ്പെട്ടത് തന്നെയാണ് വ്രതങ്ങൾ. അപ്പോ കണ്ണ്, ചെവി, ഇതിനൊക്കെ ഇത് ബാധകമാണ്. എല്ലാത്തിനും വ്രതം വേണം. ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ചില മോശമായ കാഴ്ച കാണുന്നു, ഉടനെ തന്നെ ഇല്ല, എനിക്കിത് കാണേണ്ടതല്ല, ഇത് കണ്ടാൽ എന്റെ ആത്മീയ പുരോഗതിക്ക് യോജിക്കില്ല, ഞാൻ ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ മനസ്സിനോട് പറഞ്ഞ് ആ ഇന്ദ്രിയത്തെ അവിടെ നിന്ന് തിരിപ്പിച്ച് നടക്കണം. അതാണ് മനോബലം. ഇപ്പൊ എന്തെങ്കിലും ഒരു നല്ല ഒരു കാര്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മോശമായ ഒരു കാഴ്ച കാണുകയാണെങ്കിൽ അങ്ങോട്ട് പോരുത് കാഴ്ച, നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്നെ നമുക്ക് ശ്രദ്ധയായിട്ട് ഇരിക്കണം. അതേമാതിരി ചെവിയുടെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ സാധാരണ വഴിയിൽ ഒരാളെ കാണുമ്പോൾ അറിഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കും. എന്താ അറിഞ്ഞില്ല, നമ്മൾ എന്തിനാ അറിഞ്ഞിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല, അപ്പൊ ചുമ്മാ ചോദിക്കും അറിഞ്ഞില്ലേ. അപ്പൊ നമുക്കൊരു ആകാംക്ഷയായി, എന്താണ് പറയൂ. അത് കേട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തകളായി, പിന്നെ അത് വേറൊരാളോട് പറയണം എന്നുള്ള തോന്നലായി, പിന്നെ അങ്ങനെ പറയാൻ തുടങ്ങും. ഇങ്ങനെ ഈ ചുമ്മാ എങ്കിലും നമ്മൾ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് നമ്മുടെ എനർജിയെ ഭയങ്കരമായിട്ട് നഷ്ടപ്പെടും. ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് കിട്ടുന്നത് മൗനവ്രതത്തിലാണെന്നാണ് പറയുന്നത്. വലിയ വലിയ ആചാര്യന്മാർ പറയുന്നു, ഏറ്റവും അധികം നമുക്ക് എനർജി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് മൗനവ്രതത്തിൽ കൂടെയാണ് എന്ന് പറയുന്നു. ഒരുപാട് എനർജി സേവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. അപ്പൊ നമ്മളത് ശീലിക്കണം. ഒത്തിരി പേരുണ്ട് അങ്ങനെ ശീലിക്കുന്നവർ. മൗനവ്രതം, ഒരു ദിവസം മൗനമായിട്ടിരിക്കുക. മൗനമായിട്ടിരിക്കുമ്പോൾ നാക്കിന് ഉപയോഗിക്കുന്നത് മാത്രമല്ല, മനസ്സിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കടത്തിവിടാതെ തന്നെ ഇരിക്കാൻ പഠിക്കുക. നമ്മൾ വയസ്സായവര് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കിപ്പോ ഏറ്റവും പ്രശ്നം, ഇപ്പൊ പ്രായമായവരിൽ കാണുന്നൊരു പ്രശ്നം, അവരുടെ കംപ്ലൈന്റ് മെയിനായിട്ട് ഞങ്ങളോട് ആരും ഒന്നും പറയുന്നില്ല, ഞങ്ങൾ പറയുന്നതൊന്നും ആരും കേൾക്കുന്നില്ല. ഇതാണ് വയസ്സായവരുടെ ഏറ്റവും വലിയ കംപ്ലൈന്റ്. നമ്മൾ നാളെ ആ ഒരു സ്റ്റേജിലേക്ക് പോകാതിരിക്കണം, അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തിനാണ് ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ പോരെ, ആവശ്യമില്ലാത്ത എന്തിനാ പറയുന്നത്? പക്ഷെ പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യമാണ്. അവർക്കെല്ലാം അറിയണം, പുറത്തു നടക്കുന്ന സകല കാര്യങ്ങൾ അറിയണം. അവരെ സംബന്ധിക്കുന്നത് മാത്രം അറിഞ്ഞാൽ പോരാ, എല്ലാം അറിയണം. അവനവനെ സംബന്ധിക്കുന്ന അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയണം എന്നുള്ളൊരു വലിയൊരു ആവേശം അതിനു വേണ്ടി കാണിക്കും. എന്നിട്ട് ഇതില്ലെങ്കിൽ വലിയ വഴക്കായി വെക്കാണോയി എല്ലാ പ്രശ്നങ്ങളാണ്. അപ്പോ ആ എനർജി ഒന്നും കളയരുത്. അങ്ങനെ ആ എനർജി ഒന്നും കളയാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, പ്രായമായി ഇത്രയായി, നമ്മുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളും കടന്നു കഴിഞ്ഞു, ഇനി വേണ്ടത് ഈശ്വര സാക്ഷാത്കാരത്തിന് കിട്ടിയ സമയത്ത് എപ്പോ വേണമെങ്കിൽ മരണം നമ്മളെ ഗ്രഹിക്കാം. അപ്പോ മരണം നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് വേണ്ടത് സമ്പാദിക്കണം. എന്ത്? ആത്മീയമായിട്ടുള്ള അറിവുകൾ. അപ്പോ അതിന് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത്, ഇപ്പോ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളൊക്കെ ശോഷിച്ചു തുടങ്ങി, കണ്ണിന് കാഴ്ച കുറഞ്ഞു തുടങ്ങി, ചെവിക്ക് കേൾവ് കുറഞ്ഞു തുടങ്ങി, നാക്കിലാണെങ്കിൽ ഒരുപാട് സ്വാദുകളൊന്നും പറയുന്നില്ല, പണ്ടത്തെ പോലെ കഴിക്കാനും വയ്യ, ദഹിക്കില്ല, പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ മറികടക്കാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. അതല്ലേ പ്രശ്നം. അതിനെ മറികടക്കാൻ എല്ലാവരും ഇപ്പൊ മറികടക്കാനുള്ള ശ്രമം നടത്തും, അല്ലേ? പല്ല് പോയവര് പല്ല് വെച്ച് കഴിക്കാൻ നോക്കും. അങ്ങനെ പല പല പ്രശ്നങ്ങളും നോക്കിക്കൊണ്ടിരിക്കും. പല പല രീതിയിലും അത് കൂടുതലായിട്ട് ഭക്ഷണം ഇനിയും കൺസ്യൂം ചെയ്യാൻ എന്താണ് വഴി, കൂടുതൽ ആരോഗ്യം എന്ന് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ, കൂടുതൽ സ്വാദറിയാൻ എന്താണ് വഴി എന്നൊക്കെ എല്ലാവരും ശ്രമിക്കും. അപ്പൊ അത് പാടില്ല. ഈ ഇന്ദ്രിയങ്ങളെ നമ്മുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരണം. അതിനാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത് അടുത്ത വരിയില്?
സ്ഥാപനം സ്വസ്വഗോളകെ. സ്ഥാപനം സ്വസ്വഗോളകെ. ഗോളകം എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, നമ്മളൊരു ഉപനിഷത്തിൽ പഠിച്ചിട്ടുണ്ട്. ഗോളകം ഇന്ദ്രിയങ്ങളുടെ സ്ഥലം, ഇന്ദ്രിയങ്ങള് പുറത്തേക്ക് വെളിപ്പെടുന്ന സ്ഥലം. നമ്മുടെ എല്ലാ 5 ഇന്ദ്രിയങ്ങളും സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാണ്. ഇപ്പൊ കണ്ണുണ്ട്, പക്ഷെ ഒരാൾക്ക് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. ചെവിയുണ്ട്, പുറത്ത് നമുക്ക് കാണാം, പക്ഷെ അയാൾക്ക് കേൾക്കാൻ സാധിച്ചോളണമെന്നില്ല. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് ആ ഇന്ദ്രിയങ്ങളുടെ ഉള്ളിൽ സൂക്ഷ്മമായിട്ട് ആ ഇന്ദ്രിയ ശക്തി അതിനകത്തിരിക്കുന്നുണ്ട്. കണ്ണിന് കാഴ്ച ശക്തി ഉണ്ട് കണ്ണിന്. അത് കണ്ണിനകത്ത് സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായിട്ടിരിക്കുന്നു. ചെവിയിൽ കേൾവി ശക്തി സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായിട്ടിരിക്കുന്നു. നാവില് സ്വാദ് അറിയുന്ന ശക്തി സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായി ഇരിക്കുന്നു. അപ്പൊ ഇതൊക്കെ അതിനകത്തുണ്ട്. ഈ പുറത്ത് കാണുന്നതിന്റെ ചെവി എന്ന് പറയുമ്പോൾ ചെവി കാണുന്നു, മൂക്ക് കാണുന്നു, നാക്ക് കാണുന്നു, ഈ കണ്ണ് കാണുന്നു. ഈ കാണുന്ന ഭാഗത്തെയാണ് ഗോളകം എന്ന് പറയുന്നത്. അപ്പൊ അതാത് സ്ഥലത്ത് ഗോളകങ്ങളിൽ, എവിടെ ഗോളകങ്ങളുടെ അകത്ത് എവിടെയാണോ അവ ഇരിക്കുന്നേ അവിടെ തന്നെ അവരെ സുരക്ഷിതമായിട്ട് ഇരുത്തണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സ്ഥാപനം സ്വസ്വഗോളകെ. അതായത് നമുക്ക് ആ ശക്തികളെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഉണ്ട്, അറിയാം. അവരെവിടെ വെളിപ്പെടുന്നേ? കേൾവിശക്തി ചെവിയിൽ കൂടി വെളിപ്പെടുന്നു, കാഴ്ചശക്തി കണ്ണിൽ കൂടി വെളിപ്പെടുന്നു, ഘ്രാണശക്തി മൂക്കിൽ കൂടി വെളിപ്പെടുന്നു. ഇങ്ങനെ ആ ശക്തികൾ അതാത് ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് വെളിപ്പെടും. ആ വെളിപ്പെടുന്ന സ്ഥലമാണ് ഗോളകം. അപ്പൊ അവിടെ ആ സ്ഥലത്ത് അവരെ ഭംഗിയായിട്ട് തന്നെ അവിടെ ഇരുത്തിക്കൊണ്ടിരിക്കണം. ആവശ്യമില്ലാതെ അവരെ പുറത്തേക്ക് വിട്ട് കണ്ടതെല്ലാം വാരി വലിച്ച് അകത്തേക്ക് കൊണ്ടുവരാൻ അനുവദിക്കരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ കാര്യം. അപ്പൊ എന്താ പറഞ്ഞേ? സ്ഥാപനം സ്വസ്വഗോളകെ. പിന്നെന്ത് പറഞ്ഞു? ഉഭയേഷാം ഇന്ദ്രിയാണാം. ഉഭയേഷാന്ന് ഇവിടെ 2 എന്ന് പറയാൻ കാരണം 5+5 10 ഇന്ദ്രിയങ്ങളുണ്ട്. അതുകൊണ്ടാണ് 2 തരം ഇന്ദ്രിയങ്ങളെയും 2 വിധം ഇന്ദ്രിയങ്ങളെയും എന്ന് ഉദ്ദേശിച്ചാണ് ഉഭയേഷാം ഇന്ദ്രിയാണാം സ്വസ്വഗോളകെ സ്ഥാപനം. എല്ലാത്തിനെയും അതാതിന്റെ സ്ഥലത്ത് നിർത്തിവെക്കുക, കറക്റ്റായിട്ട്. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, അല്ലാത്ത സമയത്ത് അവരവിടെ സ്ഥലത്തിരിക്കട്ടെ. കണ്ണിന്റെ കാഴ്ചശക്തി അവിടെ ഇരിക്കട്ടെ, നല്ലത് മാത്രം സ്വീകരിക്കാനായിട്ടായിരിക്കട്ടെ ആ കാഴ്ചശക്തി. അതല്ലേ ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമാക്ഷവർ യജത്രാഹ എന്ന് പറഞ്ഞല്ലോ. കണ്ണ് നല്ലത് കാണട്ടെ, ചെവി നല്ലത് കേൾക്കട്ടെ. അത് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭംഗിയായിട്ട് മന്ത്രമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഉഭയേഷാം ഇന്ദ്രിയാണാം സ്വസ്വഗോളകെ സ്ഥാപനം സ ദമ പരികീർത്തിത. അങ്ങനെ അതാത് സ്ഥലങ്ങളിൽ ആ ഇന്ദ്രിയങ്ങളെ, ആ ശക്തി ഉറവിടങ്ങൾ സ്ഥലങ്ങളിൽ നിർത്തിക്കൊണ്ട് ഭംഗിയായിട്ട് നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നതിന് ദമഹ എന്ന് പറയും. അതിനെയാണ് ദമഹ എന്ന് പറയുന്നത്, ഇന്ദ്രിയ നിയന്ത്രണം. ഇപ്പൊ നമ്മളിവിടെ അർഹതകളാണ് നോക്കി വരുന്നത് അല്ലേ? 4 കാര്യങ്ങൾ നോക്കി അർഹതയില്. വിവേകം, വൈരാഗ്യം, പിന്നെന്താണ്? ശമാധി ഷഡ്ക സമ്പത്തി, പിന്നെ മുക്ഷുത്വം. അങ്ങനെ 4 കാര്യങ്ങളാണ് നോക്കി വരുന്നത്. അതില് ശമം ദമം ഇപ്പൊ നമ്മൾ 2ഉം നോക്കി. അതായത് മന ഇന്ദ്രിയ നിയന്ത്രണം നോക്കി. 10 ഇന്ദ്രിയങ്ങളെയും അവയുടെ സ്ഥാനത്ത് തന്നെ ഭംഗിയായിട്ട് ഇരുത്തൽ. മനസ്സിന് വിക്ഷേപം വരാതെ, ചഞ്ചലപ്പെടാതെ മനസ്സിനെ ശാന്തമായിട്ട് നിർത്തൽ. അതേസമയം ശക്തിയായിട്ട് നിർത്തണം. ശാന്തമായ മാത്രം പോരല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോകരുത്. അപ്പൊ ഒരു ശക്തിയും കൂടെ വേണം, മനഃശക്തിയും കൂടെ അവിടെ ആവശ്യമാണ്. അതിന് വൈരാഗ്യം അതിനെ സപ്പോർട്ട് ചെയ്യും. ആ മനഃശക്തിയെ സപ്പോർട്ട് ചെയ്യുന്നത് വൈരാഗ്യമാണ്. കണ്ടതിന്റെയൊക്കെ പുറകെ പോകാനിരിക്കാനുള്ള ഒരു ശക്തി തരുന്നത് വൈരാഗ്യം എന്ന സാധനയും കൂടെയാണ്. വിവേകം മൂലം വൈരാഗ്യം, വൈരാഗ്യം മൂലം ശമദമം. അപ്പൊ അങ്ങനെ ആ ദമം എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയങ്ങളെ തോന്നിയ പോലെ അഴിച്ചുവിടാതെ മനസ്സിന് ശക്തി കൊടുത്ത്, മനസ്സുകൊണ്ട് ആ മനസ്സിൽ വിവേകം ഉപയോഗിച്ച് വേണ്ട നല്ല കാര്യങ്ങൾക്ക് മാത്രം, അതായത് ആത്മസാക്ഷാത്കാരത്തിനായി ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുക. അതാണ് ദമം. ഇനി അടുത്ത സാധന വരുന്നു. എന്താണ് നമുക്ക് നോക്കാം. തിതിക്ഷ എന്ന ഒരു സാധനയാണ് പറയുന്നത്. അതിന്റെ കൂടെ ഉപരതിയും കൂടെ വരുന്നുണ്ട്. ബാഹ്യാനാലംബനം വൃത്തേ യേഷോ പരതിരുത്തമ സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിക്ഷ
നിഗദ്ധ്യതേ. അതാണ് ശ്ലോകം. ബാഹ്യാനാലംബനം വൃത്തേ, ബാഹ്യാനാലംബനം വൃത്തേഹ യേഷോ പരതിരുത്തമ, യേഷോ പരതിരുത്തമ സഹനം സർവദുഃഖാനാം, സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിക്ഷ നിഗദ്ധ്യതേ. ഉപരതിയും തിതിക്ഷയും രണ്ടും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ആ ഉപരതി എന്താണെന്ന് നോക്കാം. അതായത് ഉപരതി എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക, മാറി നിൽക്കുക, ചില സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ചില അവസ്ഥകളിൽ നിന്ന് മാറി നിൽക്കുക, ചില കൂട്ടായ്മകളിൽ നിന്ന് മാറി നിൽക്കുക, വിട്ടു നിൽക്കുക. എന്താ വെച്ചാൽ അതിനകത്ത് പോയി പെട്ടാൽ നമുക്ക് നമ്മുടെ കൺട്രോൾ പോകും. അപ്പൊ അതിനകത്ത് പോയി പെടാതിരിക്കുക. അപ്പൊ ശമം കൊണ്ട് മനസ്സിനെയും ദമം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് മനസ്സിന് ശക്തി നൽകി ഈ മനോനില തുടർന്നു കൊണ്ടുപോകുന്നതാണ് ഉപരതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ശക്തമായി തീരുമാനം എടുക്കാറുണ്ട്. നാളെ മുതൽ ഇപ്പൊ ഞാൻ ഇന്ന കാര്യം ചെയ്യില്ല, മോശമായ എൻ്റെ ഈ സ്വഭാവം നാളെ മുതൽ ഞാൻ മാറ്റും. ദേഷ്യപ്പെടുക, ഞാൻ നാളെ മുതൽ ദേഷ്യപ്പെടില്ല എന്ന് തീരുമാനിക്കും. ചിലപ്പോൾ ഒരു 10-12 ദിവസമൊക്കെ മുന്നോട്ട് പോയെന്നിരിക്കാം. പിന്നെ പൂർവാധികം ശക്തിയായിട്ട് ആ കുഴപ്പം തിരിച്ചു വരും. അതേമാതിരി സിഗരറ്റ് വലിക്കുന്നവർ മിക്കവാറും നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. എല്ലാ ജനുവരി 1-ാം തീയതിയും സിഗരറ്റ് വലി നിർത്തും. ജനുവരി 31-ാം തീയതി കഴിഞ്ഞ് ഫെബ്രുവരി 1-ാം തീയതി ആകുമ്പോഴത്തേക്കും ആ കൺട്രോളൊക്കെ പോയി പൂർവാധികം ശക്തിയായിട്ട് വലി തുടങ്ങും. ഇങ്ങനെ കുടിയന്മാര്, കുടി നിർത്തുന്ന ആൾക്കാർ ധാരാളം ഇതേമാതിരി കുടി നിർത്തും, പിന്നീട് ഭയങ്കരമായിട്ട് കുടിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോ അതെന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ട നിർത്താമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നിർത്തിയതാണ്. പിന്നെ എവിടെയാ പറ്റിപ്പോയത്? ഈ ഉപരതി ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് ആ ഒരു മാനസികാവസ്ഥയെ അതുപോലെ ഉപേക്ഷിച്ച് നിർത്തി, തെറ്റാണെന്നറിഞ്ഞ് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ വളർച്ചയ്ക്ക് മോശമാണ്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാത്തതാണിത് എന്നും പറഞ്ഞ് അതിനെ നിർത്തിയിട്ട് കുറച്ചുനാൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ആ മനസ്സിന് ശക്തി ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് വീണ്ടും ഈ ദോഷങ്ങൾ നമ്മളെ പിടിക്കും. അങ്ങനെ പിടിക്കാതിരിക്കാനായിട്ടുള്ള ശക്തിയോടുകൂടി അതിൽ നിന്ന് മാറി നിൽക്കുന്നതിനെയാണ് ഉപരതി എന്ന് പറയുക. അപ്പൊ ആ മനോനിലയെ തുടർന്നു കൊണ്ടുപോകണം. ആദ്യം ഉണ്ടായിരുന്ന ആ മനോനിലയെ ശക്തിപ്പെടുത്തി തുടർന്നു കൊണ്ടുപോകണം. അതാണ് ഉപരതി. നിയന്ത്രിക്കപ്പെട്ട മനസ്സിനെ കൂടെ വെച്ചിരിക്കൽ. ഒരു മനസ്സിനെ നിയന്ത്രിച്ചല്ലോ, ആ നിയന്ത്രിച്ച മനസ്സിനെ നമ്മുടെ കൂടെ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് ഒരു ഉദാഹരണം പറയും. വീട്ടിലൊരു കുഞ്ഞ് ഓടുന്നു, ഭയങ്കരമായിട്ട് ഓടുക. കുഞ്ഞ് ചെറിയ കുട്ടിയാണ്, ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ വീടിന്റെ വാതിക്കലാണ്, വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ അത് ഓടിപ്പോകുമ്പോ വണ്ടി വരുമല്ലോ എന്നൊക്കെ പേടിച്ചിരിക്കും. ഓടുന്നു, ഭയങ്കരമായിട്ട് ഓടുക. നമ്മൾ പുറകേക്കൊന്നു പിന്നെയും ഓടി, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. അവസാനം എങ്ങനെയൊക്കെ ഓടിച്ചിട്ട് കുട്ടിയെ എടുത്തു, വാരിയെടുത്ത് കുട്ടി ഒക്കത്തിരിക്കുമ്പോ കുട്ടി കൊതറും. അപ്പൊ എടുത്തു കഴിഞ്ഞപ്പോ നമുക്കൊരു സമാധാനമായില്ലേ? ഓ, പിടിച്ചല്ലോ, പിടിച്ച് എടുത്തല്ലോ, ഇനിയിപ്പോ വണ്ടി ഒന്നും മുട്ടത്തില്ലല്ലോ, വീഴൂല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര എന്തായാലും പിടിച്ചല്ലോ, അവനെ ഓടിച്ച് ഒക്കെ എല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു സന്തോഷമായി. പക്ഷേ ഈ കുട്ടി കൊതറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഒക്കത്തിരുന്നുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കൊതറി പുറത്തു പോകാനായിട്ട് ശ്രമിക്കും. നമ്മൾ വിടുവോ? നമ്മൾ വിടില്ല. ആ കൊതറുന്ന കുഞ്ഞിനെ നമ്മൾ എങ്ങനെയെങ്കിലും സാന്ത്വനിപ്പിച്ച്, ഒന്നിലെ മുറുക്കി പിടിച്ചുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ സ്വാന്തനിപ്പിച്ച് നമ്മൾ ഓടാതെ, താഴെ ഇറങ്ങി ഓടാതെ നമ്മൾ നോക്കും. അതാണ് ഉപരതി. എങ്ങനെയാണ് ആ കുഞ്ഞിനെ വിടാതിരുന്നത്? കാരണം വിട്ടാൽ ദോഷമാണെന്നറിയാം, അതുകൊണ്ട് വിടില്ല. അതുപോലെ നമ്മുടെ മനസ്സിനെ വിട്ടാൽ കുഴപ്പമാണെന്നറിയാം, വിടാതെ അടക്കി നിർത്തുന്നതാണ് ആ നേരത്തെ ഉണ്ടായിരുന്ന മാനസികാവസ്ഥയിൽ ഒതുക്കി നിർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഉപരതി. ഈ ഉപരതി 3 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. 3 തരമായിട്ട് ഇതിനെ തിരിക്കുന്നുണ്ട്. ഒന്ന്, മനസ്സിനെ സമാധാനമായിട്ട് തുടർന്ന് വെച്ചുകൊണ്ടിരിക്കുക. മനസ്സിന് ഒരു സമാധാനം കിട്ടിയപ്പോൾ ആ സമാധാനം കളയാത്ത രീതിയിൽ സമാധാനത്തോടുകൂടി തുടർന്ന് വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ രണ്ടാമതായിട്ട് ചില കടമകൾ, എല്ലാ കടമയല്ല, ചില കടമകളൊക്കെ കുറയ്ക്കുക. ചില കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടലൊക്കെ നിർത്തുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി തലയിടാതിരിക്കുക, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. മോശമായ സാഹചര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് പോകാതിരിക്കുക, അവിടെ നിന്ന് മാറി നിൽക്കുക. എന്റെ ആത്മീയ വളർച്ചയ്ക്ക് ഇത് നല്ലതല്ല, എന്റെ ആത്മസാക്ഷാത്കാരത്തിന് ഉപയോഗിക്കില്ല, ആത്മാവിനെ തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എന്തിനാ ഇതിനൊക്കെ പോണേ എന്നും പറഞ്ഞ് പതുക്കെ അതിനകത്തൊക്കെ മാറുക. തൽക്കാലം മാറിയാ പോരാ,
പതുക്കെ പതുക്കെ എന്നേക്കുമായി അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് ഒതുങ്ങി മാറണം. ഇപ്പോ കുടിയന്മാര് അല്ലേ ഇടയ്ക്ക് നിർത്തും, പക്ഷെ വീണ്ടും വരില്ലേ? അങ്ങനെ പറ്റില്ല. അപ്പൊ കുടി നിർത്തി കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് പിന്നെ അത് കാണുമ്പോൾ അട്രാക്ഷൻ ഉണ്ടാകാത്ത രീതിയിൽ തന്നെ അങ്ങോട്ട് പോവാതിരിക്കുക. ഇപ്പൊ ഒരു ദിവസം കുടി നിർത്തി കഴിഞ്ഞ് പിന്നെ കൂട്ടുകാർ വിളിച്ചു, 1-2 ദിവസം വിളിച്ചു, പോയില്ല. പിന്നെ ഒരു സാഹചര്യത്തില് ഒരു 2 മാസം കഴിഞ്ഞപ്പോ ഒരിക്കൽ വിളിച്ചിട്ട്, ഇനിയിപ്പോ നിനക്ക് കൺട്രോളൊക്കെ ആയില്ലേ, നീ ഇനിയിപ്പോ ഇതിന് പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ നീ ഒന്ന് കുടിച്ചാലും നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അതിനകത്ത് ചെന്ന് അതൊന്ന് കൺസ്യൂം ചെയ്താൽ പഴയ പോലെ തിരിച്ചങ്ങോട്ട് പോകും. അത് പാടില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ. അവർ കളിയാക്കും ചിലപ്പോ, നിനക്കിപ്പോ നല്ല കൺട്രോളൊക്കെ അല്ലേ, പിന്നെ അങ്ങനെ കൺട്രോളിൽ ഇവനെ നിന്നെന്തിനു കൊള്ളാം, ഇന്നിപ്പോ അടിച്ചോണ്ട് നീ നാളെ എങ്ങനെ ആയിക്കോളണമെന്നൊന്നുമില്ല, നിനക്ക് നല്ല മനക്കട്ടിയൊക്കെ ഇല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങനെ അത് നമ്മളെ ഒരു പ്രശംസയായിട്ടൊക്കെ കണ്ടുകൊണ്ട് എടുത്താൽ നമ്മളെ അപകടത്തിച്ചാണ്. മനസ്സങ്ങനെയാണ്, പിടിച്ച് തകർത്ത് കളയും, നമ്മളെ പിടിച്ചു കൊണ്ടുപോകും. നമ്മൾ സ്വല്പം അഹങ്കാരത്തോടെയാണ് പിന്നെ എനിക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുകയാണ്, പക്ഷെ പറ്റില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. അതിനെന്താണ് ഒരു വഴി? സത്സംഗം അല്ലേ? ആ ദുസ്സംഗത്തിനകത്ത് പിന്നെ പോകരുത്. എങ്ങനെയോ ദുസ്സംഗത്തിൽ നിന്ന് ഊരിങ്ങും വന്നു കഴിഞ്ഞാൽ പിന്നെ സത്സംഗത്തിനകത്തേ പോകാവൂ. സത്സംഗത്തിൽ കൂടി മാത്രമേ പിന്നെ സഞ്ചരിക്കാവൂ. സത്സംഗം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കും, ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കും സത്സംഗം. കുഴപ്പമില്ല, നല്ല കാര്യങ്ങളാണ്, ഈ നല്ലതേ ചെയ്യാവൂ, ആ വഴിക്ക് പോകരുത്, ആ വഴിക്ക് പോയാൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ശരിയാവില്ല, നമ്മൾ ഇന്ന നല്ല കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ആ സമയത്ത് ഇതിനുപയോഗിക്കണം. ഇങ്ങനെ ഗുരുനാഥന്മാര് നല്ല നല്ല ഉപദേശങ്ങൾ, പല പല കഥകള്, പല പുരാണങ്ങളിലെ പല അവതാരങ്ങളുടെ പല പല ഉപദേശങ്ങള്, അവർ കാട്ടിത്തന്ന വഴികള്, അവര് പല ഭക്തന്മാരെ രക്ഷിച്ച കഥകള്, ഭക്തന്മാരുടെ സ്വഭാവത്തെ ശരിയാക്കിയെടുത്ത കഥകള്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഈ മോശമായതിലേക്ക് പോകാനുള്ള പ്രവണത കുറയും, ഉപരതിയിൽ തുടരാൻ സാധിക്കും. പിന്നെ എന്താണ്? സ്വധർമ്മ അനുഷ്ഠാനം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വധർമ്മ അനുഷ്ഠാനം. സ്വന്തം കടമകളെ ചെയ്യുക, അവനവന്റെ കടമയെ മാത്രം ചെയ്യുക. നമുക്ക് ഈ ശരീരം കിട്ടിയത് പൂർവ്വജന്മത്തിലെ പാപപുണ്യങ്ങളുടെ ഏതാണ്ട് ഒരുപോലെയുള്ള ഒരു ലെവൽ വന്നതുകൊണ്ടാണ് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് എന്തിനാണ്? ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം. കാരണം ഇവിടെ മാത്രമേ വിവേകമനുസരിച്ച് പ്രവർത്തിക്കാനും പരിവർത്തനം ചെയ്യാനുമുള്ള സാധ്യതയുള്ളൂ, ഈ ജന്മത്തിലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ സ്വധർമ്മനുഷ്ഠാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന റോൾ, നമ്മൾക്ക് ഇപ്പൊ ഈ ഭൂമിയിൽ എന്ത് റോളാണോ കിട്ടിയിരിക്കുന്നത് അതാണ് എൻ്റെ സ്വധർമ്മം. ആ റോള് നന്നായിട്ട് ചെയ്യുക. അതിനകത്ത് വേറെ ഒരു വലിയൊരു ധർമ്മമുണ്ട്, ആത്മധർമ്മം. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ആത്മധർമ്മമായിട്ടാണ്. ശരിക്കും ആധ്യാത്മികമായിട്ട് മുന്നേറാൻ പഠിക്കുന്നവര് സ്വധർമ്മത്തെ ആത്മധർമ്മമായിട്ട് കാണും. ആത്മാവിനെ തിരിച്ചറിയലാണ് എൻ്റെ ഈ ജന്മത്തിലെ പരമമായ ലക്ഷ്യം എന്ന് തിരിച്ചറിയണം. ഭഗവാൻ ബാബ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആത്മധർമ്മമാണ് പരമമായ ധർമ്മം. അതിന് ബാക്കിയെല്ലാം വേണമല്ലോ. ബാക്കി എല്ലാ ധർമ്മപരമായിട്ടുള്ള ജീവിതം വന്നാലേ ആത്മധർമ്മത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആത്മധർമ്മം പരമമായിട്ടുള്ള ലക്ഷ്യമായിട്ട് എടുക്കുന്ന ഒരാള് ഏറ്റവും നല്ല ധർമ്മിഷ്ഠനായിട്ട് ജീവിക്കുന്നവരായിരിക്കും. അല്ലാത്ത ഒരാൾക്ക് ആത്മധർമ്മത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അവിടെ സ്വധർമ്മം എന്ന സാധാരണ ലൗകികമായ സ്വധർമ്മവും അവിടെ ഭംഗിയായിട്ട് നടക്കും. അച്ഛന്റെ ഭാഗം ഭംഗിയായിട്ട് ചെയ്യും, മകൻ ആയിട്ട് അവർക്ക് അച്ഛനും അമ്മയൊക്കെ ആണല്ലോ, അവരുടെ മകന്റെ ഡ്യൂട്ടി ചെയ്യും, ഒരു ഭർത്താവിന്റെ ഡ്യൂട്ടി ചെയ്യും, ഓഫീസില് അവനവന്റെ ഓഫീസിലെ ഡ്യൂട്ടികൾ ഭംഗിയായിട്ട് ചെയ്യും. ഒരു സ്ഥലത്തും ഒരു കലർപ്പും ഉണ്ടാകില്ല, ഒരു സ്ഥലത്തും ആരോടും വെറുപ്പും വിദ്വേഷവും ആയിട്ട് പെരുമാറില്ല, എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറും. അതൊക്കെയാണ് ആ സ്വധർമ്മ അനുഷ്ഠാനത്തിൽ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ മനസ്സെങ്ങോട്ട് പോകണം? ഞാൻ ഈ സ്വധർമ്മപരമായി ജീവിക്കുന്നത് എൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. ഈശ്വര, ആത്മസാക്ഷാത്കാരം നേടാൻ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ ശരിയായിട്ടുള്ള ധർമ്മം ആത്മധർമ്മമാണ്. ആ ആത്മധർമ്മം എന്നാൽ എന്നെ, ഞാൻ ആര് എന്ന് തിരിച്ചറിയലാണ്. അതുകൊണ്ടാണ് നമ്മുടെ രമണ മഹർഷി എപ്പോഴും പറയുന്നത്, ഞാൻ ആരെന്ന് പാര്, ഞാൻ ആരെன்று പാര്, ഞാൻ ആരെன்று പാര് എന്ന് എപ്പോഴും പറയുന്നത്. ആ ഞാൻ ആര്, ഞാൻ ആരാണ്, ഞാൻ ഈ ശരീരമാണോ അല്ല എന്ന് തിരിച്ചറിയണം. അതിനൊക്കെ നമ്മൾ കുറെ പഠിച്ചു. അതെല്ലാം തിരിച്ചറിഞ്ഞ് ഞാൻ ആത്മാ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതാണ് എൻ്റെ ധർമ്മം, ഇതിൽ ഉറയ്ക്കണം, ഈ ആത്മധർമ്മത്തിൽ ഞാൻ ഉറച്ചു നിൽക്കാൻ സാധിക്കണം എന്ന് ആ ഒരു ചിന്തയോട് കൂടി മുന്നോട്ട് പോകൽ ഉപരതി. ഇനി നമുക്ക് ആ ശ്ലോകത്തിന്റെ അർത്ഥം ഒന്ന് നോക്കാം. ബാഹ്യാനാലംബനം വൃത്തെ, ബാഹ്യ
അനാലംബനം എന്നാണ്. ചേർത്ത് പറയുമ്പോഴാണ് ബാഹ്യാനാലംബനം എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് പറയുമ്പോൾ ബാഹ്യ അനാലംബനം വൃത്തേഹെ. വൃത്തേഹെ എന്ന് പറഞ്ഞാൽ മനസ്സിലെ വൃത്തി, ചിന്തകൾ, മനസ്സിലെ ചിന്തകൾ. വൃത്തേഹെ മനസ്സിലെ ചിന്തകളുടെ എന്താണ്? ബാഹ്യ അനാലംബനം, പുറം വിഷയങ്ങളെ സ്വീകരിക്കാതിരിക്കൽ. ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറത്ത്, അനാലംബനം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാതിരിക്കൽ, ആലംബനം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൽ. അനാലംബനം സ്വീകരിക്കാതിരിക്കൽ. ബാഹ്യ അനാലംബനം, പുറം വിഷയങ്ങളെ സ്വീകരിക്കാതിരിക്കൽ ആണ് ഈ ബാഹ്യാനാലംബനം വൃത്തേഹെ എന്ന് പറയുന്നത്. നമ്മിൽ തന്നെ ഇരിക്കൽ, അവനവനിൽ തന്നെ ഇരിക്കൽ. വലിയ ബുദ്ധിമുട്ടാ അല്ലെ കേൾക്കുമ്പോ? എങ്ങനെയാണ് അവനവനിൽ ഇരിക്കുക? അവനവനിൽ രമിക്കുക എന്ന് പറയും. അതായത് ധ്യാനത്തിലൊക്കെ ഇരിക്കുന്ന പോലെ പരമാവധി സമയം നമ്മുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ കിട്ടുന്ന സമയമൊക്കെ തന്നെത്താൻ ഇരുന്ന് അവനവനിൽ തന്നെ ഇരുന്നിലേക്ക്, അത് വേറെ ഒരു ചിന്തകളും വേറെ ഇല്ലാതെ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ച് എന്താണ് സത്യം, എന്താണ് മിഥ്യ, അനാത്മാക്കൾ എന്താണ്, ആത്മ എന്താണ്, അനാത്മ ചിന്ത, നിത്യ അനിത്യ ചിന്ത, ഇങ്ങനെയൊക്കെ നോക്കി ഈ കാണുന്നതെല്ലാം നശിക്കും, നശിക്കാത്ത ഒന്നുണ്ട്, അത് ഞാൻ ആണ്, എനിക്ക് നാശമില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വേണം ഇരിക്കാൻ. ബാഹ്യമായ കാര്യങ്ങളിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുക ബാഹ്യമായതിനെ. നമ്മിൽ തന്നെ ഇരിക്കൽ, നല്ല സ്വഭാവത്തെ തുടർന്നു കൊണ്ടുപോകുക. പുറത്തു നിന്നുള്ള മോശത്തെ ഒന്നും സ്വീകരിക്കാതെ നമ്മളിൽ മാത്രം തുടർന്നു പോവുക. അനാലംബനം എന്ന് പറയുമ്പോൾ അങ്ങനെ പുറത്തുള്ളതിനെ സ്വീകരിക്കാതിരിക്കൽ. യേഷാ ഉപരതി ഉത്തമ. യേശോപരതി ഉത്തമ എന്ന് പറയുന്നത് യേഷാ ഉപരതി ഉത്തമ. ഇത് തന്നെയാണ് ഉപരതി, ഇതിനെയാണ് ഉപരതി എന്ന് പറയുന്നത്. ഇവിടെ അടുത്ത സാധനയും കൂടെ ഇവിടെ പറയുന്നുണ്ട് ഈ ശ്ലോകത്തിൽ. അടുത്ത സാധനം ഏതാണ്? തിതിക്ഷ. ശമം, ദമം, ഉപരതി, തിതിക്ഷ. ആ തിതിക്ഷ എന്നുള്ള സാധനയെയും ഈ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. തിതിക്ഷ എന്നാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ തിതിക്ഷ എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നുള്ളതിനാണ് തിതിക്ഷ എന്ന് പറയുന്നത്. സഹിക്കുക. അപ്പോൾ ക്ഷമ അതിനകത്ത് വരും അല്ലേ? സഹിക്കണമെങ്കിൽ ക്ഷമയും കൂടെ വേണമല്ലോ. അപ്പൊ സഹിക്കലാണ്, സമാധാനമായിട്ടിരിക്കല്. അപ്പൊ ചിലപ്പോ സഹിക്കുമ്പോൾ സമാധാനം ഉണ്ടാകത്തില്ല, പക്ഷെ സമാധാനം വേണം, സഹിക്കുകയും വേണം, സമാധാനവും വേണം. മനുഷ്യ ശരീരം എടുത്ത നമുക്ക് സുഖവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. സുഖം വരും, പുറകെ ദുഃഖം വരും, വീണ്ടും ദുഃഖം വരും, വീണ്ടും ദുഃഖം വരും, പിന്നെ കുറെ ദിവസം സുഖം വരും, ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. സുഖം വരുമ്പോ അത് നന്നായിട്ട് ആസ്വദിക്കണം, ദുഃഖം വരുമ്പോ സഹിക്കാനും പഠിക്കണം. അപ്പോ അനിഷ്ടമായ സാഹചര്യങ്ങളെ സഹിക്കൽ, അനിഷ്ടമായ സാഹചര്യങ്ങൾ, അവിടെ ഈ സഹനം എന്നുള്ള വാക്ക് വരുന്നുള്ളൂ. ഇഷ്ടമായതിനെ അതിനെ സഹിക്കുക എന്നാരും പറയില്ലല്ലോ, ആസ്വദിക്കുക എന്നേ പറയുള്ളൂ. ഇഷ്ടമായതിനെല്ലാം ആസ്വദിക്കുക, മോശമായതിനെ, അനിഷ്ടമായ സാഹചര്യങ്ങളെ സഹിക്കുക, അതാണ് തിതിക്ഷ. ഈ സമയം നമ്മുടെ ഭാവന എങ്ങനെ ഇരിക്കണം എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ ഇവിടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. സഹിക്കും, നമ്മൾ പലപ്പോഴും സഹിക്കാറുണ്ട്. ആ സമയത്ത് നമ്മുടെ മനസ്സിലെ ഭാവന എന്തായിരിക്കണം, അതിനാണ് ഇവിടെ പ്രാധാന്യം. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം തിതിക്ഷ ചെയ്യുമ്പോൾ അത് ഏത് ഭാവനയോടെ ആയിരിക്കണം ആ തിതിക്ഷ എന്നുള്ളതനുസരിച്ചായിരിക്കും അയാളുടെ ആത്മീയ വളർച്ച. അപ്പോ ഒരു വിഷമം വരുമ്പോ, ഒരു ദുഃഖം വരുമ്പോ അതിനെ കൂടുതൽ അനുഭവിക്കണം എന്ന് ഇതിനർത്ഥമില്ല. സഹിച്ചോളാം എന്ന് പറയാൻ എത്ര ദുഃഖം വന്നാലും അതിനെ സഹിച്ചോണ്ടേ മുന്നോട്ട് പോക്കോട്ടെ, ഞാൻ സഹിച്ചോളാം, അതല്ല, അങ്ങനെയല്ല അതിനെ പറയുന്നത്. അങ്ങനെ നമ്മൾ ധരിക്കരുത്. സഹിക്കുക എന്ന് പറയുമ്പോൾ അതിനെ അങ്ങോട്ട് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. സാഹചര്യത്തെ, നമുക്ക് വരുന്ന നിറയെ സാഹചര്യങ്ങൾ വരുമല്ലോ, അതിനെ മറികടക്കാൻ സ്വന്തമായി ചെയ്യാവുന്നതെല്ലാം ചെയ്യും. പരമാവധി സ്വന്തമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം, മറികടക്കാനായിട്ട് പ്രയത്നിക്കണം. പക്ഷെ പലപ്പോഴും 50% സാഹചര്യത്തിലും നമുക്ക് മറികടക്കാൻ പറ്റാറില്ല. കുറെ മറികടക്കാൻ സാധിക്കും, അപ്പൊ നമ്മൾ സന്തോഷിക്കും. പിന്നെ മറികടക്കാൻ പറ്റാതെ വരും. എല്ലാ ബുദ്ധിയും ഉപയോഗിച്ചും സകല വഴിപാടുകളും ചെയ്യും, സകല അമ്പലങ്ങളിലും പോവും, എല്ലാ വ്രതങ്ങളും നോക്കും, ഒരുപാട് പ്രാർത്ഥിക്കും, എന്നിട്ടുമെല്ലാം
ആ സാഹചര്യത്തെ മറികടക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ ധാരാളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ പൂർവജന്മമായിട്ട് കിട്ടിയിരിക്കുന്ന, നമ്മൾ ഈ ശരീരം കിട്ടിയിരിക്കുന്ന പ്രാരബ്ധത്തിന്റെ ഫലമാണ്. അതൊരു പരിധിവരെയേ നമുക്ക് കടക്കാൻ പറ്റും, അതിനപ്പുറം നമുക്ക് കടക്കാൻ പറ്റില്ല. കാരണം അനുഭവിച്ചേ തീരൂ. നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമല്ലേ, അനുഭവിക്കാതെ നിവൃത്തിയില്ല. അപ്പോ അങ്ങനെ വരുമ്പോ എന്താണ് ഉണ്ടാവുക? തോൽവിയാണ് ഫലം. നമ്മുടെ പ്രയത്നം അവസാനം പരാജയത്തെ കലാശിക്കും. ഒരുപാട് നമ്മൾ പ്രയത്നിക്കും, പക്ഷെ പരാജയപ്പെടും. അപ്പൊ അത് നിസ്സാരപ്പം നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികൾ വളർത്തുന്ന കാര്യത്തിൽ തന്നെ നമുക്ക് നോക്കാം. ഒരു വീട്ടിൽ 2-3 കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരെയും ഒരേപോലെ നല്ല രീതിയിൽ വളർത്തണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരും നല്ല സ്വഭാവമായിരിക്കണം, എല്ലാവരുടെയും എങ്ങളോട് സ്നേഹമായിരിക്കണം, എല്ലാവരുടെ സ്നേഹമായിരിക്കണം, എല്ലാവർക്കും നല്ല ജോലി കിട്ടണം, നല്ല വിദ്യാഭ്യാസം, അങ്ങനെ തന്നെ നമ്മൾ വളർത്തുന്നത്. പക്ഷേ സംഭവിക്കുന്നത് എങ്ങനെയാണ്? 3 കുട്ടികളുണ്ടെങ്കിൽ 3 പേരും 3 സ്വഭാവക്കാരായിട്ടാണ് വളരുക. ചിലർക്ക് നല്ല സ്നേഹം കാണും, ചിലര് ഭയങ്കര തമ്മാടിയായിട്ട് പോകും, ചിലർ നാട്ടുകാർക്ക് വരെ ഉപദ്രവമായി മാറും. ഇങ്ങനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ തന്നെ നമ്മളെ നോക്കാത്തൊരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. എത്രയോ ഗൃഹങ്ങളിൽ കാണുന്നു. പത്രം നോക്കിക്കഴിഞ്ഞാൽ കൊലപാതകങ്ങൾ അല്ലെ, ഇത് ഏതെങ്കിലും അച്ഛനും അമ്മയും അവരുടെ കുട്ടികൾ ഇങ്ങനെ കൊലപാതകങ്ങളാവണം, കാണുന്നവരൊക്കെ വെട്ടി നുറുക്കുന്നവരാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരച്ഛനമ്മയും ആഗ്രഹിക്കുന്നില്ല, ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും കുട്ടികളെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത്. ഒരു പരിധി വരെ, എല്ലാം എന്ന് പറയാൻ പറ്റില്ല, ഒരു പരിധി വരെ ശ്രദ്ധിക്കാതെ പോയവരുണ്ട്. അത് പോട്ടെ. അപ്പൊ എന്തായാലും സാധാരണ ഒരു കോമൺ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും കുട്ടികൾക്ക് നന്നായിട്ട് വളർത്തണം തന്നെ ആഗ്രഹം. പക്ഷെ അവസാനം അത് ഫലം തിരിച്ചായി പോകുന്ന സാഹചര്യം നമ്മൾ കാണും. ഇപ്പൊ തോൽവിയാണ് ഫലം. ആ സാഹചര്യം നമ്മുടെ ശക്തിക്കപ്പുറമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തിക്കപ്പുറമാണത്. നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മുടെ ശക്തിക്കപ്പുറം പോകും. ആ ശക്തിക്കപ്പുറം പോകുന്ന ആ സാഹചര്യത്തെ നേരിടലാണ് തിതിക്ഷ എന്നുള്ള ഉപയോഗം അവിടെ വരിക. ആ സാഹചര്യത്തെ നേരിടുന്നതിനാണ് തിതിക്ഷ. അവിടെയാണ് തിതിക്ഷ ഉപയോഗിക്കേണ്ടത്. എന്താ അവിടെ മനസ്സിലാക്കണ്ടേ? എന്റെ പൂർവജന്മ കർമ്മഫലമാണിത്. ഞാൻ എന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്, പക്ഷെ പരാജയപ്പെട്ടുപോയി. ഇത് ഞാൻ സഹിക്കുക, വൈരാഗ്യത്തോടു കൂടി ഞാൻ സഹിക്കുക. ആരെയും പ്രാകുന്നില്ല, ആരെയും ദേഷ്യപ്പെടുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. വിധി അങ്ങനെ വന്നുപോയി, എന്റെ പൂർവജന്മ കർമ്മഫലം. അപ്പൊ ദുഃഖം, സങ്കടം, വിഷമം, വേദന ഇത് വന്ന ഉടനെ ഒരു തിതിക്ഷയല്ല. അതിനെയൊക്കെ മറികടക്കാനുള്ള അശ്രാന്ത പരിശ്രമം നടത്തണം, നന്നായിട്ട് പരിശ്രമിക്കണം, പ്രയത്നം ചെയ്യണം. പ്രയത്നം ഫലിക്കാതെ വരുമ്പോ സഹനം, ആ സഹനമാണ് തിതിക്ഷ. അത് സഹിച്ചേ പറ്റുള്ളൂ. അപ്പൊ അവിടെ ആത്മഹത്യ ചെയ്യലല്ല, അതിനെ സഹിക്കുക. ഇപ്പൊ എങ്ങനെയാണ്? ചെറിയൊരു കാര്യം വന്നാൽ, വിഷമം വന്നാൽ ഉടനെ ആത്മഹത്യ ചെയ്യും. അതൊരു പരിഹാരമാവില്ല. ആത്മഹത്യയുടെ ദൂഷ്യവശങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ഇപ്പൊ വേണ്ടത് ശരിക്കും അതിനെ സഹിക്കുക എന്നുള്ളതാണ്. അപ്പോ ചിലരുണ്ട് അങ്ങനെ സഹിച്ചിട്ട് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഓ എനിക്ക് ഇങ്ങനെ വന്നല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ആയല്ലോ, എന്റെ ജന്മം ഇങ്ങനെയായി പോയല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ആർക്കും സ്വൈരം കൊടുക്കില്ല. ചിലപ്പോൾ 10 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു തരത്തിലും സ്വൈരം കൊടുക്കില്ലെന്ന് മാത്രമല്ല, ഇത് കേൾക്കുന്ന ആൾക്ക് അവസാനം പ്രശ്നമാവും. അങ്ങനെ എത്രയോ ഉണ്ട്. അവരുടെ സമാധാനം നശിക്കും. ഇത് ദിവസം 24 മണിക്കൂർ ഇത് കാണുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന അവരും ചെന്ന് ഇച്ചിരി ധ്യാനത്തിന് ചോദിക്കുമ്പോൾ അവർക്ക് പറ്റൂ. ഇതൊക്കെ കയറി വരും മനസ്സിൽ. നമ്മളൊക്കെ മനുഷ്യജീവികളല്ലേ. അപ്പോ അങ്ങനെ പറഞ്ഞ് മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കരുത്. അപ്പൊ അതൊരു തിതിക്ഷയല്ല. സ്വന്തമായി മനസ്സിനെ പഠിപ്പിച്ച് അവനവന്റെ മനസ്സിലത് സൂക്ഷിച്ച് അടക്കി നിർത്തി സമാധാനം ശീലിക്കണം. അപ്പോ വേദാന്തവും ഈ സാധനയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? നമ്മൾ ഈ പറയുന്ന വേദാന്തവും ഈ തിതിക്ഷ എന്ന സാധനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഈ 4 സാധനകൾ നമ്മൾ പരിശീലിക്കുമ്പോൾ ഈ 4 സാധനയിലും നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകാം. വിവേകത്തില് പരാജയം വരാം. വിവേകം ഉണ്ടെങ്കിലും ചില സമയത്ത് തെറ്റിപ്പോവും, ചില സമയം വിവേകം ഇല്ലാതെ പ്രവർത്തിച്ചു പോകും. ചില ദേഷ്യം അങ്ങനെയൊക്കെ വരുമ്പോൾ ചില സാഹചര്യങ്ങളിൽ വിവേകമില്ലാതെ പ്രവർത്തിക്കും. വൈരാഗ്യം ഒക്കെ നമ്മൾ പറയും, വൈരാഗ്യമൊക്കെ ഉണ്ട് പല കാര്യങ്ങളെന്ന് പറയും. അതും ചില കൂട്ടുകെട്ടുകളും ചില സാഹചര്യങ്ങളും വൈരാഗ്യമൊക്കെ വിട്ട് പ്രവർത്തിക്കും. ശമോ ദമോ ഒക്കെ അതുപോലെ തന്നെ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ മുന്നോട്ട് പുരോഗമിക്കുമ്പോൾ തടസ്സങ്ങൾ ധാരാളം ഉണ്ടാകുന്ന പറയുന്നത്. കാരണം ഈ സാധനങ്ങളിൽ കൂടിയൊക്കെ നേടാൻ പോകുന്നത് എന്താണ്? ഏറ്റവും ശ്രേഷ്ഠമായ പുരുഷാർത്ഥങ്ങളിലെ ധർമാർത്ഥ കാമ മോക്ഷം എന്ന അവസാനത്തെ ആ ഫലമാണ് കിട്ടാൻ പോകുന്നത്. അതൊരു വലിയ വലിയൊരു നിധിയാണ് കിട്ടാൻ പോകുന്നത്. ആ നിധി കിട്ടാൻ പോകുമ്പോൾ പല തടസ്സങ്ങളും മുന്നിൽ വരും.
നാച്ചുറൽ ആണല്ലോ. ഏത് നല്ല കാര്യത്തിന് പോകുമ്പോഴും തടസ്സങ്ങളുണ്ടോ? അതുപോലെ ഇവിടെ ധാരാളം പരാജയങ്ങൾ ഈ സാധനങ്ങളുമായിട്ട് മുന്നേറുമ്പോൾ വരും. ആ പരാജയങ്ങളെ സഹനശക്തിയോടെ നേരിടണം. അതാണ് വേദാന്തവുമായിട്ടുള്ള ബന്ധം. ഈ സാധനങ്ങൾ പുരോഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളെ സഹനശക്തി ഉപയോഗിച്ച് നേരിടണം. ക്ഷമ ഉണ്ടാവണം. പല കാര്യങ്ങളിലും ക്ഷമ വേണം. നമ്മൾ ചിലപ്പോൾ ഒരു പ്രഭാഷണം കേൾക്കാൻ ഇറങ്ങുമ്പോഴായിരിക്കും ആരെങ്കിലും കയറി വരുന്നത്. അപ്പൊ ഒന്നാളെ അതിഥി ദേവോഭവ അയാളോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ചിലപ്പോൾ അത് പോകുമ്പോഴേക്കും അവിടെ തീർന്നു കാണും. പക്ഷെ അപ്പൊ അവിടെ ഒരു ആ സഹിക്കുക എന്നൊരു ഇതുണ്ടല്ലോ, ആ മനസ്സ്, ആ ശക്തിയെ ഉപയോഗിക്കണം. ഈ സാധനങ്ങളെ നാം ഉപേക്ഷിക്കരുത്. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെയൊക്കെ ഉപനിഷത്തും കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് പ്രാരബ്ധത്തിന്റെ കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ പറവടാന്ന് വന്നു. പുസ്തകം ഒന്ന് തുറന്നു നോക്കാൻ പോലും നേരം കിട്ടിയില്ല. ഒരു പ്രഭാഷണം കേൾക്കാൻ നേരം കിട്ടിയില്ല. പൂജ കഴിക്കാൻ നേരം കിട്ടിയില്ല എന്നൊക്കെ വരാം. പക്ഷെ അത് ആ തൽക്കാല സാഹചര്യം. അതിനെ മറികടക്കണം. സഹനശക്തിയും പിന്നെ അതിനെ നേരിടാനുള്ള നേരത്തെ പറഞ്ഞ പ്രയത്നവും കൊണ്ട് അതിനെ നേരിട്ട് എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി എന്റെ സാധന ഞാൻ തുടരും എന്ന് മുന്നോട്ട് പോയാൽ നമ്മൾ വിജയിക്കും. അപ്പൊ അവിടെയാണ് തിതിക്ഷ ഉപയോഗിക്കുന്നത്. ഏത് പ്രതിസന്ധിയെ നേരിട്ട് തുടർന്ന് സാധനയിൽ തുടരുന്നതാണ് തിതിക്ഷ. സഹിക്കാൻ, നന്നായിട്ട് സഹിക്കാൻ പഠിക്കുക. അപ്പൊ ഇവിടെ എന്താ പറയണേ? സഹനം സർവദുഃഖാനാം. സഹനം സർവദുഃഖാനാം. സഹനം എന്ന് പറഞ്ഞാൽ സഹിക്കാം. സർവദുഃഖാനം, എല്ലാ തരം ദുഃഖങ്ങളെയും, ഏത് തരന്നില്ല, ചെറുതും വലുതുമായ സകലമായ ദുഃഖങ്ങളെയും സഹിക്കൽ. എങ്ങനെ സഹിക്കൽ? ഏത് ഭാവനയോടെ? ഇവിടെ ആചാര്യസ്വാമി പറയുന്നു അപ്രതീകാരപൂർവകം എന്ന് പറയും. അപ്രതീകാരപൂർവകം, പ്രതികാര ബുദ്ധി ഇല്ലാതെ. സാധാരണ പ്രതികാര ബുദ്ധി ഉണ്ടാവും ഏതെങ്കിലും സഹിക്കുമ്പോൾ. ഇന്നിപ്പോ ഞാനിത് സഹിച്ചു, ഞാൻ ശരിയാക്കി തരാം, എന്റെ ഒരു ദിവസം വരും, അന്നേരം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സഹിക്കുന്ന ഒരു പരിപാടി ഉണ്ട് നമുക്ക്. അതായത് ഇപ്പൊ നമ്മുടെ ബലക്കുറവായിരിക്കും, നമ്മൾ ക്ഷീണിതനായിരിക്കും, നമ്മൾ സാമ്പത്തികമായിട്ട് പുറകോട്ടായിരിക്കും, പലതരങ്ങളിലും നമ്മൾ എതിരിടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും. അപ്പൊ നമ്മളെ മനസ്സിൽ കണക്ക് കൂട്ടിയിടും, ഞാൻ കണ്ടോളാം, ഞാൻ എടുത്തോളാം, എനിക്കും ഒരു ദിവസം വരും എന്ന് പറഞ്ഞ് സഹിക്കുന്നത് തിതിക്ഷയല്ല. അങ്ങനെ ചെയ്യുന്നതല്ല തിതിക്ഷ. അപ്പോ അപ്രതീകാരപൂർവകമായിരിക്കണം. മനസ്സിൽ അങ്ങനെ ഒരു നിശ്ചയം ഒന്നും എടുക്കരുത്, എന്റെ സമയം വരുമ്പോൾ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയൊന്നും പാടില്ല. മനസ്സിന് ഫ്രീ ആയിട്ട് വിട്ടേക്കാം. സഹിച്ചു, അത്രേ ഉള്ളൂ, ആയിക്കോട്ടെ. ഈശ്വരൻ എന്റെ പൂർവ്വജന്മ കർമ്മഫലമായിട്ട് വന്നിരിക്കുന്ന ഈ അവസരത്തിൽ എന്റെ പ്രാരബ്ധമായിട്ട് ഇത് വന്നിരിക്കണം. ഓക്കെ, ശരി, എന്റെ സാധന ഇതൊന്നും ബാധിക്കില്ല, ഭഗവാനെ ഞാനത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പിന്നെന്താ പറയണേ? ചിന്താവിലാപരഹിതം. അടുത്ത വരിയിൽ പറയുന്നു ചിന്താവിലാപരഹിതം. ചിന്താരഹിതം എന്താണ്? മനപ്രയാസമില്ലാതിരിക്കൽ. വിലാപരഹിതം എന്താണ്? പുലമ്പലില്ലാതിരിക്കുക. ചുമ്മാ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പുലമ്പിക്കൊണ്ട് ഞാനിങ്ങനെ ആയില്ലോ എന്നൊക്കെ പറഞ്ഞ് പുലമ്പിക്കൊണ്ടിരിക്കാതിരിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ മനോപ്രയാസത്തിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് അതിനെക്കുറിച്ചേ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒന്നുമല്ലാതെ ഒരു അക്സെപ്റ്റൻസ്, മനസ്സിന് ഇത് സ്വീകരിക്കുക, അതിനാണ് അക്സെപ്റ്റൻസ്. ഏത് കാര്യത്തെയും അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെയാണ്. അതിനാലാണ് നമ്മൾ പ്രായമാകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സാധനയാണ് ഈ പറഞ്ഞതൊക്കെ. കാരണം മൗനം ശീലിക്കണം. പ്രായമാകുമ്പോൾ മൗനം ശീലിക്കണം. ആ മൗനത്തിൽ കൂടി നല്ല തിതിക്ഷ നമുക്കുണ്ടാവും. ആഹാര നിയന്ത്രണവും നന്നായിട്ട് വേണം പ്രായം ചെല്ലുമ്പോൾ. അപ്പോഴേ ഈ മനസ്സ് നമ്മുടെ കയ്യിലേക്ക് വരികയുള്ളൂ. എന്നിട്ട് എന്താ പറയണേ? സാ തിതിക്ഷ നിഗദ്യതേ. ഇങ്ങനെയുള്ള ആ മനസ്സിനെ ആരെയും കുറ്റം പറയാതെ, അപ്രതീകാരപൂർവമായിട്ടും ചുമ്മാ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കാതെ കണ്ടും പുലമ്പിക്കൊണ്ടുമൊന്നും ഇരിക്കാതെ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ച് ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ സ്വീകരിച്ച് ഇരിക്കുന്നതിനെയാണ് തിതിക്ഷ നിഗദ്യതേ. തിതിക്ഷ എന്ന് ഇതിനെ പറയുന്നു. തിതിക്ഷ എന്നാണ് ഇതിനെ പറയുന്നത്. ആ ഒരു മനസ്സില് പ്രതികാര ബുദ്ധിയൊന്നും പാടില്ല. സമാധാനമായിട്ട് എന്റെ ജീവിതത്തിൽ ഇത് വരാനുള്ളതാണ്, ഞാൻ മാക്സിമം നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു, എന്നിട്ടും ഇത് ശരിയാകുന്നില്ലെങ്കിൽ അത് ഈശ്വര നിശ്ചയം തന്നെയാണ്. ഈശ്വര നിശ്ചയം എന്ന് പറഞ്ഞാൽ എന്റെ പ്രാരബ്ധം കൊണ്ട് ഞാൻ ഈ ജന്മത്തിൽ അനുഭവിച്ച് തീർക്കേണ്ടതാണ്. ഇപ്പൊ തീർന്നില്ലെങ്കിൽ ഇനിയുള്ള ജന്മങ്ങളിലും ചിലപ്പോൾ ഞാൻ പോയേക്കാം. അപ്പൊ ഇനിയുള്ള ജന്മം എനിക്ക് ആവശ്യമില്ല. ഞാൻ മോക്ഷത്തിനാണ് പ്രാർത്ഥിക്കുന്നത്, ഉപനിഷത്താണ് പഠിക്കുന്നത്, വേദാന്തമാണ് പഠിക്കുന്നത്.
ഇനിയൊരു ജന്മം ഉണ്ടാകാതിരിക്കാനാണ് എൻ്റെ ഈ സാധനങ്ങളെല്ലാം. അതുകൊണ്ട് ഞാൻ ഇതാ സമാധി ഷഡ്ക സമ്പത്തിയിൽ പറഞ്ഞ തിതിക്ഷ എന്ന ആ ശക്തിയെ ഉപയോഗിച്ച്, സഹിക്കൽ എന്ന ശക്തിയെ ഉപയോഗിച്ച് ഞാൻ മുന്നേറാൻ പോകുന്നു എന്ന് പറഞ്ഞ് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് പോകണം. അതാണ് തിതിക്ഷ. അപ്പൊ ഈ 4 സാധനങ്ങളില് ശമം, ദമം, ഉപരതി, തിതിക്ഷ, ഈ 4 നമ്മളിപ്പോ വൃത്തിയായിട്ട് നോക്കി. അതിനു മുമ്പ് വിവേകത്തെ നോക്കി, വൈരാഗ്യത്തെ നോക്കി. ഇനിയും ഇതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. അപ്പൊ ഈ പറഞ്ഞ ഉപരതി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉപരതി ഇല്ലാത്തതാണ് നമ്മളെ പിന്നീട് സാധനയിൽ നിന്ന് പുറത്തേക്ക് നമ്മളെ പോകാൻ സാഹചര്യമാക്കി തീർക്കുന്നത്. ഉപരതി ഇല്ലായ്മയാണ്. അതായത് കുറെ അറിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിവില്ലെന്ന് പറയാൻ പറ്റൂ, വിവേകമില്ലെന്ന് പറയാൻ പറ്റൂ. നമ്മൾ കുറെ പഠിച്ചു, കുറെ ഉപനിഷത്ത് പഠിച്ചു, തത്വബോധം പഠിച്ചു, നല്ല നല്ല ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കുറെ അറിവ് നമുക്ക് കിട്ടി. ഈ കിട്ടിയ അറിവിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അതില് തുടർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് ഉപരതി ഇല്ലായ്മ. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഉപരതിയാണ്. ഉപരതി വന്ന് കിട്ടിയ വിവേകത്തെ തുടർന്ന് കൊണ്ടുപോകുവാൻ, ആ സാധനങ്ങളെ തുടർന്ന് കൊണ്ടുപോകുവാനുള്ള മാനസികാവസ്ഥ, മനസ്സിന്റെ ബലം, കിട്ടിയ അറിവിനെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച് സധൈര്യം മുന്നോട്ട് പോകുവാനുള്ള മനോബലം, അത് ഉപരതി, അത് നമുക്കുണ്ടാവണം. അതിനുശേഷം സഹിക്കുക. പല സാഹചര്യങ്ങളും വരും, ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും, ഒരു സംശയമില്ല. കാരണം പ്രാരബ്ധം അനുഭവിക്കാനാണല്ലോ വന്നിരിക്കുന്നത്. അതിനെയെല്ലാം നേരിടുക, മാക്സിമം പ്രവർത്തിക്കുക, ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, പൂജിച്ചുകൊണ്ട്, വഴിപാടുകൾ ചെയ്തുകൊണ്ട്, എല്ലാം ചെയ്തുകൊണ്ട്, ദാനധർമാദികൾ ചെയ്തുകൊണ്ട്, ധർമ്മപരമായി ജീവിച്ചുകൊണ്ട് ഇതിനെല്ലാം നേരിടുക. ആ നേരിടുന്ന സമയത്ത് അതിനെ സഹിക്കുക, അതാണ് ദീക്ഷ. ഇങ്ങനെ ഈ സാധനങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്താൻ ഭഗവാൻ ഭാവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം. ഇത് തുടർന്ന് കൊണ്ടുപോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമേ ഈ സാധനങ്ങളൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഈ സഹനാവത് പറഞ്ഞതിന്റെ കാര്യം, ഇത് ഒന്ന് ഉള്ളിലേക്ക് ശരിയായിട്ട് ചെല്ലട്ടെ എന്നുള്ളൊരു സങ്കല്പത്തോടു കൂടി തന്നെയാണ്. എല്ലാവർക്കും സായിറാം. അടുത്ത ദിവസം വീണ്ടും.